നിരോധിച്ച തീവ്രവാദ സംഘടനയായ PFIയെ അനുകൂലിച്ച സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നത് വ്യാപക പ്രചരണങ്ങൾ. നിരോധിത സംഘടനകളെ അനുകൂലിച്ച് പോസ്റ്റ് ഇടുന്നവരിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണമെന്നാണ് ആവശ്യങ്ങൾ ഉയരുന്നത്. രമ്യ, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. അതായത് ഈ നിരോധിത സംഘടനയായ ഒരു PFI പോലുള്ള ഒരു ഭീകരവാദ സംഘടനയ്ക്ക് ഇപ്പോഴും ഫേസ്ബുക്കിൽ അനുകൂല പോസ്റ്റുകൾ ഇടാൻ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആൾക്കാരെന്ന് ഞാൻ പറയുന്നില്ല, അവരെയും ഞാൻ തീവ്രവാദികളായി തന്നെ പറയുകയാണ്. കാരണം ഇത്രത്തോളം ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്ത PFI അനുകൂലിച്ച ഈ തീവ്രവാദ സംഘടനയെ അനുകൂലിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? അവർക്കെതിരെ എങ്ങനെയാണ് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുന്നത്? എന്നെ അടിവേരിറക്കുമോ? അശ്വതി, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഈ വടകര അഴിയൂരിലെ നമ്മൾ രാഷ്ട്രീയം പറയുമെന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഇത്തരത്തിൽ PFI അനുകൂലമായിട്ടുള്ള സന്ദേശങ്ങൾ വന്നത്. അതായത് ഈ നിരോധിത തീവ്രവാദ സംഘടനയായ PFIയുടെ ഈ ഇത്തരത്തിൽ പതാകയും അതുപോലെ സന്ദേശവുമായിരുന്നു ഇത്തരത്തിൽ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉൾപ്പെടെ പ്രചരിച്ചിരുന്നത്. ഇത് വലിയ തോതിൽ തന്നെ ചർച്ചയായതോടെ ഈ സന്ദേശവും അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളുമെല്ലാം പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയത്തിൽ തന്നെയാണ്, കാരണം ഇത്തരം ഒരു നിരോധിത സംഘടനയായിട്ടുകൂടി തീവ്രവാദ സംഘടനകളുമായിട്ടെല്ലാം ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതൊക്കെ തുടർന്നാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കുന്നത്. പക്ഷേ ഈ നിരോധിച്ചിട്ടും ഇതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ സെല്ലുകളെല്ലാം ഇപ്പോഴും സജീവമാണ് തെളിയിക്കുന്നതാണ് ഇത്തരത്തിൽ പ്രചരിക്കുന്ന ഈ സന്ദേശങ്ങൾ ഉൾപ്പെടെ. അതായത് ഫേസ്ബുക്കിലുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇത്തരം PFIയുടെ സന്ദേശങ്ങൾ ഉൾപ്പെടെ പ്രചരിക്കുന്നുണ്ട്. താഴെത്തട്ടിലേക്ക് ഉൾപ്പെടെ ഇവ എത്തുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നതാണ് ഈ സന്ദേശം ഉൾപ്പെടെ. ഇതിനെതിരെയാണ് കൃത്യമായി തന്നെ അന്വേഷണം വേണം. കാരണം ഇത് ആരാണ് ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്? അതായത് ഇത്തരത്തിൽ രാജ്യമെമ്പാടും ഇത്തരത്തിലുള്ള സംഘടനകൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനം നടത്തുന്നവർക്കെതിരെ എല്ലാം ഇപ്പോൾ NIA കൃത്യമായി തന്നെ റെയ്ഡ് ഉൾപ്പെടെ നടത്തി അന്വേഷണം എല്ലാം ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ താഴെത്തട്ടിൽ ഉൾപ്പെടെ ഈ സന്ദേശങ്ങൾ ഇപ്പോഴും പ്രചരിക്കുന്നുവെന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്ന ഇത്തരം സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലെല്ലാം പ്രചരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രചരണം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആവശ്യം ശക്തമാകുന്നത്. കാരണം ഈ ആരാണ് ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്നത്, ഇത്തരം സാമൂഹ്യ മാധ്യമങ്ങൾ ഇവരിലേക്ക് കൂടി ആരാണ് ഇവരുടെ രക്ഷാകരങ്ങൾ? ആരാണ് ഇവരെ ഇങ്ങനെ പിന്താങ്ങുന്നത്? ആരാണ് ഇവർക്ക് വേണ്ടി ഫേസ്ബുക്കിൽ സൈബർ പോരാളികൾ? അതൊക്കെ കണ്ടെത്തേണ്ട. സൈബർ പോരാളികളല്ല, സൈബർ തീവ്രവാദികൾ ആരാണ് രമ്യ? ഇതൊക്കെ കണ്ടറിയണം. കാരണം എന്നെ എന്തായാലും അടിവരക്കും. KP, നമ്മളിപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 വാർത്തകളാണല്ലോ ചർച്ച ചെയ്തത്. ഇനി ഒരുപാട് വാർത്തകൾ ചർച്ച ചെയ്യാനുണ്ട്.